ഓരോ സംസ്കാരത്തിനും ഒരു ഒഴുക്കുണ്ട്. കാലത്തെയും തലമുറകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഒഴുക്ക്. ആ ഒഴുക്കിന് രൂപം നൽകിയ ഒരു ഇടമാണ് നാട്യധാര. പടിപ്പുരയിലൂടെ ആരംഭിക്കുന്ന ഈ യാത്ര സന്ദർശകനെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കല്ല, അനുഭവങ്ങളുടെ ലോകത്തിലേക്കാണ് നയിക്കുന്നത്. സ്വീകരണ കേന്ദ്രം സന്ദർശകർക്കുള്ള ആദ്യ സമാഗമ ഇടമായി പ്രവർത്തിക്കുന്നു. ഈ സമുച്ചയത്തിൻ്റെ രൂപകൽപ്പനയിൽ ജലം ഒരു പ്രധാന ഘടകമാണ്. ജലം ഇവിടെ ഒരു കാഴ്ച മാത്രമല്ല, അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമാണ്. സമുച്ചയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എല്ലാ പ്രധാന പ്രവർത്തന മേഖലകളെയും ബന്ധിപ്പിക്കുന്നു. ഇതിലൂടെ ആശയവിനിമയവും നിയന്ത്രണവും കൂടുതൽ കാര്യക്ഷമമാകുന്നു. കരകൗശല വിപണിയും വിൽപ്പനശാലകളും ജലധാരയോട് ചേർന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കലയും പ്രകൃതിയും ഒരുമിക്കുന്ന ഈ ഇടങ്ങൾ സന്ദർശകരെ നിൽക്കാനും നിരീക്ഷിക്കാനും അനുഭവിക്കാനും ക്ഷണിക്കുന്നു. ഓരോ വളവും ഒരു പുതിയ കാഴ്ച തുറന്നു കാട്ടുന്നു. ഇവിടെ ഓരോ പാതയും ഒരു ലക്ഷ്യസ്ഥാനത്തേക്കല്ല നയിക്കുന്നത്, ഒരു അനുഭവത്തിലേക്കാണ്. കൂത്തമ്പലം കേരളത്തിൻ്റെ നാട്യപാരമ്പര്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന വിശുദ്ധ വേദി. മധ്യമണ്ഡപം കലാകാരനും പ്രേക്ഷകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കേന്ദ്രമാണ്. പരമ്പരാഗത ഗുരുകുല സമ്പ്രദായത്തിൽ കലകൾ കൈമാറപ്പെടുന്ന ഇടമാണ് കലരി. ചരിഞ്ഞ മേൽക്കുരയും മരപ്പണിയിലുള്ള ജാലി തുറസുകളും പ്രകൃതിദത്ത വെളിച്ചവും വായുസഞ്ചാരവും ഉറപ്പാക്കുന്നു. അതിഥി മന്ദിരങ്ങളും ഗസീബോകളും പ്രകൃതിയോടൊത്ത് വിശ്രമത്തിൻ്റെയും ആത്മചിന്തയുടെയും ഇടങ്ങളായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സന്ധ്യയുടെ വെളിച്ചം മൃദുവാകുമ്പോൾ ഈ ഇടങ്ങൾ ശാന്തതയും സൗന്ദര്യവും നിറഞ്ഞ മറ്റൊരനുഭവമായി മാറുന്നു. രാത്രി പതിയെ ഭൂമിയെ മൂടുമ്പോൾ സംസ്കാരത്തിൻ്റെ സ്പന്ദനം വീണ്ടും ഉണരുന്നു. ചെണ്ടയുടെ നാദത്തിലും അഗ്നിയുടെ പ്രകാശത്തിലും പാരമ്പര്യം ജീവൻ പ്രാപിക്കുന്നു. നാട്യധാര തലമുറകളെ ബന്ധിപ്പിച്ചുകൊണ്ടൊഴുകുന്ന സംസ്കാരത്തിൻ്റെ അനന്തധാര.